കുറേ നാളായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഫൈനലി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഈ വീഡിയോ എന്താന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് ഞാൻ പുറത്തു പോയിട്ടുണ്ടായിരുന്നു, ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഷോപ്പിംഗ് വ്ളോഗ് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു വീഡിയോ ആണിത്. ആദ്യത്തെ ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ കോഴിക്കോടേക്കാണ് പോകുന്നത്. ഞങ്ങൾ 5 പേരും പിന്നെ 2 ഫ്രണ്ട്സിന്റെ സിബ്ലിങ്സും കൂടെ ഉണ്ട്. മെയിനായിട്ട് ഫ്രണ്ടിനാണ് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുള്ളത്. പിന്നെ ഈ ഒരു വീക്കില് എൻ്റെ ഒരു റിലേറ്റീവിന്റെ മാരേജ് വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും വാങ്ങിക്കണം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഒരു കുർത്തയും ഒരു പാൻറ്റും ആണ്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കുറെ നാളായിട്ട് വീഡിയോ എടുക്കാത്തോണ്ടും ഈ യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് മാറിയതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത വീഡിയോ ഒക്കെ ഭയങ്കര ഷോർട്ടാണ്. എന്തായാലും റെഡിയായി ബസ്സിലൊക്കെ കയറി കോഴിക്കോടേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് SM സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. 2 ഓട്ടോയിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്, കാരണം ടോട്ടൽ 7 പേരുണ്ട്. പിന്നെ അറിയാലോ അവിടെ എത്തിയാലുള്ള അവസ്ഥ, നല്ല തിരക്കാണ്, കൂടെ തന്നെ ഭയങ്കര വെയിലും ഉണ്ട്. പിന്നെ എന്താ നിരന്ന് ഷോപ്പ് കിടക്കുകയല്ലേ, എല്ലാ ഷോപ്പിലൊന്നുമില്ല, പറ്റിയ ഷോപ്പിലൊക്കെ കയറി ഓരോന്നൊക്കെ നോക്കുന്നുണ്ട്. ഞാനിപ്പം പ്രത്യേകിച്ചൊന്നും നോക്കിയില്ല, എനിക്ക് കുറച്ച് പാർട്ടി വെയർ കൈൻഡ് ഓഫ് അങ്ങനത്തെയാണ് വേണ്ടത്. പിന്നെ ഒരു ചെറിയ ഗ്യാപ്പില് ബിരിയാണി കഴിച്ചു. കോഴിക്കോട് വന്നാൽ ബിരിയാണി കഴിക്കണം എന്നാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഷോപ്പിംഗ്. പിന്നെ ഞാൻ വിചാരിക്കും ഇതെങ്ങനെയാ ഒരാൾ ഷോപ്പിംഗ് വ്ളോഗൊക്കെ എടുക്കുന്നതെന്ന്, കാരണം അത്രയ്ക്കും പണിപ്പെട്ട കാര്യമാണ് ഷോപ്പിങ്ങിന്റെ ഇടയ്ക്ക് വ്ളോഗ് എടുക്കുക എന്ന് പറയുന്നത്. എന്നോട് മറന്നു പോകുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഷോപ്പിംഗ് എന്ന് പറയുന്നത് കുറച്ച് തിരക്ക് പിടിച്ച സംഭവമാണ്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുക എന്ന് പറയുമ്പം ഒരു സുഖമില്ല. ഞാനും പിന്നെ പല ഷോപ്പിൽ നോക്കി എനിക്ക് പറ്റുന്ന, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടോന്ന്, പക്ഷെ എനിക്കൊന്നും ഇഷ്ടമായില്ല. അതൊക്കെ കഴിഞ്ഞ് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഫ്രണ്ട്സിനൊക്കെ അത്യാവശ്യം ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെയിലത്ത് ഡ്രസ്സ് എടുക്കുക എന്ന് പറയുന്ന ടാസ്ക് ആണ്. പിന്നെ ഇതെന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററാണ്. ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് പോയത്. എല്ലാവരും നല്ല തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങിയപ്പോൾ മാനാഞ്ചിറ സ്ക്വയർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെ കുറച്ച് സമയം ഇരിക്കാന്ന്. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഈ SM സ്ട്രീറ്റിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സൗത്ത് ബീച്ചിലേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും കഫേയിലൊക്കെ പോവാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ SM സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതൊക്കെ മറന്നുപോയി എന്നല്ല, എന്തോ ക്ഷീണം കൊണ്ട് വിട്ടുപോയി. പിന്നെ എന്തായാലും അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് സൗത്ത് ബീച്ചിലേക്ക് നേരെ പോയി. നിങ്ങൾക്കാണെങ്കിൽ ഇന്ന് കുറച്ച് നേരത്തെ പോവുകയും വേണം, അവിടെ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്താൻ എന്തായാലും ലേറ്റ് ആവും. അതുകൊണ്ട് നേരത്തെ ഇറങ്ങി നേരത്തെ വീട്ടിലെത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. ഫൈനലി നമ്മളിവിടെ എത്തി. പക്ഷേ കടലിൻ്റെ ആ ഒരു ഏരിയയിലേക്കൊന്നും ഞങ്ങൾ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഭയങ്കര വെയിലാണ്. നടന്ന് ക്ഷീണമായി. അപ്പോൾ അവിടെ അടുത്ത് കണ്ട ഒരു ഫലൂദ ഷോപ്പിലേക്ക് കയറി. ഇവിടെയുള്ള കഫേയിലെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ്, കാരണം സൈഡിൽ ബീച്ചാണല്ലോ. സൺസെറ്റിന്റെ സമയത്തൊക്കെ നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ ഈ അടിപൊളിയായിട്ട് കാണുന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നല്ല ചൂടാണ്. ഞാനൊരു ഫലൂദ ഓർഡർ ചെയ്തു, അവര് വേറെ എന്തോ ഓർഡർ ചെയ്തു. കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. ചിലതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. തിരിച്ചിറങ്ങി വന്നാലോ എന്നൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്ഷീണം കൊണ്ട് അതിനും കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഷോപ്പിംഗ് എന്ന് വിചാരിച്ച് വന്നാലുള്ള അവസ്ഥ ഇത് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഈ SM സ്ട്രീറ്റിൽ പോയാൽ പിന്നെ വേറെ എവിടെയും പോകാൻ പറ്റൂല, മെയിനായിട്ട് ഈ ഒരു കാലാവസ്ഥയിൽ. ഇനി വേറൊരു കാര്യം, കുറെ പേര് ഇതെന്താ യൂട്യൂബിൽ നിന്ന് ബ്രേക്ക് എടുത്തെന്ന് ചോദിച്ചിട്ട് കമന്റ്സും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DMസിലും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ സ്വതവേ ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്ന ഒരാളാണ്. അതിപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും ഇപ്പൊ കുറച്ചു കാലം ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ തോന്നും ഇതെന്താ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്ത് പോവാറുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ. അങ്ങനെ കുറച്ച് പ്രഷർ പോലെ തോന്നിയോണ്ട് 2 വീക്സ് ഒക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് ബ്രേക്ക് എടുത്തത്. അതൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ച സമയത്ത് പിന്നെ ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ആയിപ്പോയി, തിരക്കായിപ്പോയി. പിന്നെ എല്ലാം കൂടെ ഇപ്പാണ് റെഡിയായി വന്നത്. ഫസ്റ്റ് പറയേണ്ട കാര്യമാണ് ഞാൻ ഇപ്പം പറയുന്നത്. നമ്മൾ 10K അടിച്ചു, ഭയങ്കര അൺറിയൽ, സറിയൽ അങ്ങനെയൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. എന്നാലും താങ്ക് യു സോ മച്ച്. ഒരു 15K ഒക്കെ ആയിട്ട് നമുക്ക് ഗിവ് അവേ ചെയ്യാം. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ തീരെ പ്രിപ്പയർഡ് അല്ല, പിന്നെ യൂട്യൂബ് എനിക്കൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. എന്നാലും 15Kയിൽ നമുക്ക് ഗിവ് അവേ ചെയ്യാം. പിന്നെ ബീച്ചിൽ നിന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി ഓട്ടോ വിളിച്ച് സ്റ്റാൻഡിലേക്ക് പോവാണ്. നോക്കുമ്പോൾ കുറേ റോഡൊക്കെ അടച്ചിട്ടുണ്ട്, ബ്ലോക്കാണ്. അങ്ങനെ ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടാണ് സ്റ്റാൻഡിലേക്ക് എത്തിയത്. ബസ് സ്റ്റാൻഡിലെത്തി ഒരു ബസ് കയറി നേരെ വീട്ടിലേക്ക് പോയി. ഫസ്റ്റ് ഡേ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഡേ പോകണം. അത് ഞാനും അമ്മയാണ് പോകുന്നത്. എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചിട്ടില്ലല്ലോ, അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. റെഡിയായി. ഈ ഒരു ബാഗാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു ബാഗ് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഭൗമ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ബാഗാണ്. ഞാൻ പിൻട്രസ്റ്റ്
ജസ്റ്റ് ഒന്ന് റെഫറൻസ് പിക്ചർ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ ഹാൻഡ് പെയിന്റ് ചെയ്ത് തന്നാണ്. നിങ്ങൾക്കും ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് റെഫറൻസ് പിക്ചർ അയച്ചു കൊടുത്താൽ അവർ നന്നായിട്ട് പെയിന്റ് ചെയ്ത് തരും. എന്തായാലും പേജ് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഈ ബാഗാണ് ഇന്ന് എടുക്കുന്നത്. അമ്മയും കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് അധികം സാധനങ്ങളൊന്നും ക്യാരി ചെയ്യാനില്ല. ഒരു കുടയും എടുത്തിട്ടുണ്ട്, പേഴ്സും എടുത്തിട്ടുണ്ട്. പിന്നെ മറക്കണ്ട, പേജ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബസ്സൊക്കെ കയറി പേരാമ്പ്രയ്ക്ക് എത്തി. അവിടെ സാരി നോക്കാനുണ്ട്, എനിക്ക് ഡ്രസ്സ് നോക്കാനുണ്ട്, അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാരിയൊക്കെ ഇതാ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എടുക്കാൻ തന്നെ നല്ല പണിയാണ്. കുറേ ടൈം എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരു സംഭവമൊക്കെ സെലക്ട് ചെയ്യാൻ. സാരീൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടാൽ അറിയാലോ, നല്ല തിരക്കുണ്ട്. എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും എടുത്തു വരണം. ലിഫ്റ്റിൽ കയറാനൊക്കെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റെയറൊക്കെ കയറി. ഇതാ എനിക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കണം. ഇതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇട്ടപ്പോഴും കുഴപ്പമില്ലാന്ന് തോന്നി. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള, അതായത് ഇങ്ങനത്തെ ഒരു കളറാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത്. സെയിം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനൊന്നും നോക്കിയില്ല, ഇതെടുത്തു. ഇതൊക്കെ വാങ്ങിക്കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് ഓർത്ത് അവിടെ കയറി. ആദ്യം തന്നെ ചായയും ബ്രെഡ് പോക്കറ്റ്സും കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബർഗറും കൂടെ ഓർഡർ ചെയ്ത് അതും കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫാൻസിയിലും കൂടെ കയറി ഷോപ്പിംഗ് അവസാനിപ്പിച്ച് ഒരു 6 മണി ആവാൻ നേരം വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ 2 ദിവസവും തീരെ റെസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇനി മാക്സിമം ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇതൊരു കുഞ്ഞു വീഡിയോ ആയി പോയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആൻ, മിത്ര, ശ്രിയ, നേഹ ഇവരൊക്കെ വീഡിയോയിൽ പേര് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.